ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. ഇന്ന് നമ്മൾ LDC ഡെയിലി ക്യാപ്സൂളിൽ വിറ്റാമിനും അതിന്റെ അപര്യാപ്തത രോഗങ്ങളെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ പേര് റെറ്റിനോൾ അല്ലെങ്കിൽ കരോട്ടിനോൾ എന്ന് അറിയപ്പെടും. വിറ്റാമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ അല്ലെങ്കിൽ കരോട്ടിനോൾ. അപര്യാപ്തത രോഗം ചോദിച്ചാൽ നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നെക്ടലോപ്പിയ എന്നും പറയും. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ നിശാന്തത ബ്രാക്കറ്റിൽ നെക്ടലോപ്പിയ എന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത ഏത് പരീക്ഷയിലും അതൊരു ഓപ്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത് സിറോഫ്താൽമിയ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തൊരു കണ്ടീഷനാണ് സിറോഫ്താൽമിയ, അല്ലെങ്കിൽ ഒരു കൂട്ടം കണ്ണിന്റെ വൈകല്യങ്ങളെ കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് കെരാറ്റോ മലാസിയ എന്ന് പറയും. നിന്റെ കോർണിയയെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കെരാറ്റോ മലാസിയ എന്ന് പറയുന്നത്. പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു അവസ്ഥ കൂടിയാണ് കെരാറ്റോ മലാസിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ A2 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന നേത്രരോഗം ഏത് എന്ന് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ ഉത്തരം സിറോഫ്താൽമിയാണ്. വിറ്റാമിൻ A2 പേര് ചോദിച്ചാൽ ഡീഹൈഡ്രോക്സി റെറ്റിനോൾ എന്നാണ്. അപ്പൊ വിറ്റാമിൻ എയുടെ പേര് റെറ്റിനോൾ ആണ് എങ്കിൽ വിറ്റാമിൻ A2 പേര് ഡീഹൈഡ്രോക്സി റെറ്റിനോൾ എന്നതാണ്. ഹൈപ്പർ വിറ്റാമിനോസിസ് എ എന്ന് പറയുന്നത് വിറ്റാമിൻ എ അമിതമാകുന്ന ഒരു അസുഖമാണ്. അതൊരിക്കലും അപര്യാപ്തത രോഗമല്ല, മനസ്സിലാക്കുക. ഹൈപ്പർ വിറ്റാമിനോസിസ് എ എന്ന് പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ വിറ്റാമിൻ എ അമിതമായി കഴിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന അസുഖമാണ്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഈ മീൻ ഗുളിക എന്ന് പറയുന്ന നമുക്ക് നമ്മളെ ഒരു മഞ്ഞ ട്യൂബിൽ കിട്ടുന്ന ഗുളികകളോ അല്ലെങ്കിൽ വിറ്റാമിൻ എ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളല്ല, വിറ്റാമിൻ എ നമ്മൾ ടാബ്ലറ്റ് രൂപത്തിലോ മറ്റുമൊക്കെ കഴിച്ചാൽ അത് അമിതമായാൽ ഉണ്ടാകുന്ന അസുഖമാണ് ഹൈപ്പർ വിറ്റാമിനോസിസ് എ എന്ന് പറയുന്നത്. അടുത്ത വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ കണ്ടുപിടുത്തത്തിന് 1937 ഒരു സെൻഗോറി എന്ന് പറയുന്ന വ്യക്തിക്ക് മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് മറക്കണ്ട. അദ്ദേഹം കണ്ടെത്തിയ വിറ്റാമിൻ സിയുടെ പേര് അസ്കോർബിക് ആസിഡ് എന്നാണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കർവി അല്ലെങ്കിൽ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന, മോണല് ബ്ലീഡിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്, സ്കർവി എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ സിയുടെ പേര് അസ്കോർബിക് ആസിഡ് എന്നാണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത എന്ന് പറയുന്നത് സ്കർവിയാണ്. ഇനി വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി നമുക്ക് കാൽസിഫെറോൾ എന്ന് പൊതുവായിട്ട് പറയാം. എൽമർ മക്കുല്ലമാണ് വിറ്റാമിൻ ഡി കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുക. വിറ്റാമിൻ ഡി 2 തരമുണ്ട്. ഒന്ന് D2. D2 നമുക്ക് എർഗോ കാൽസിഫെറോൾ എന്ന് വിളിക്കാം. എർഗോ കാർഗോ എന്ന് ആലോചിക്കുക, എർഗോ കാൽസിഫെറോൾ. രണ്ടാമത്തെ D3 നമുക്ക് കോൾ കാൽസിഫെറോൾ എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. D2 പേര് എർഗോ കാൽസിഫെറോൾ എന്നും D3 പേര് കോൾ കാൽസിഫെറോൾ എന്നുമാണ്. ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത എന്ന് പറയുന്നത് ഒന്ന് റിക്കറ്റ്സ്. അത് കുട്ടികളെ ബാധിക്കുന്നതാണ്. സാധാരണ ഒരു 3 മുതൽ 18 മാസം വരെയുള്ള പ്രായത്തിലുള്ളവർക്കാണ് റിക്കറ്റ്സ് ബാധിക്കുന്നത്. കുട്ടികളുടെ കാലം റാ പോലെ വളയുന്ന അസുഖം അല്ലെങ്കിൽ മഴവില്ല് പോലെ വളയുന്ന അസുഖം എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവിടെ എഴുതാവുന്നത് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ്. ഇനി അടുത്തത് ഓസ്റ്റിയോമലാസിയ എന്ന് പറയുന്ന അസുഖം. ഓസ്റ്റിയോമലാസിയ എന്ന് പറയുന്നത് സാധാരണ മുതിർന്നവർക്കാണ്. അവരുടെ നട്ടെല്ല് വളയുക, കാലുകൾ കുനിയുക, മീൻസ് കാലുകൾ വളഞ്ഞു പോവുക, അസ്ഥിക്ക് ദുർബലത വരിക, ഒടിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുക എന്നിവയാണ് ഓസ്റ്റിയോമലാസിയയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത വിറ്റാമിൻ എന്ന വിറ്റാമിൻ ഇ ആണ്. ടോക്കോഫെറോൾ എന്നാണ് വിറ്റാമിൻ ഇ അറിയപ്പെടുന്നത്. വിറ്റാമിനുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി എന്ന് നമുക്ക് വിളിക്കാം. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട വിറ്റാമിനായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അപര്യാപ്തത വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെയുടെ പേര് ഫൈറ്റോ മെനാഡിയോൺ എന്നൊരു പേരുണ്ട് കേട്ടോ. ഫൈറ്റോ രക്തം കട്ടപിടിക്കാൻ വേണ്ടി മെനക്കെട്ട് ഫൈറ്റ് ചെയ്യുന്നവന്റെ പേരാണ്. രക്തം കട്ടപിടിക്കാൻ വേണ്ടി മെനക്കെട്ട് ഫൈറ്റ് ചെയ്യുന്നവന്റെ പേരാണ് ഫൈറ്റോ മെനാഡിയോൺ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ വേണ്ടി മെനക്കെട്ട് ഫൈറ്റ് ചെയ്യുന്നവന്റെ പേരാണ് ഫൈറ്റോ മെനാഡിയോൺ എന്ന് പറയുന്നത്. K1 പേര് ഫില്ലോക്കിനോൺ എന്നും K2 പേര് മീനോക്കിനോൺ എന്നും വിളിക്കാം. K2 പേര് മീനോക്കി. നമ്മൾ ഏയോട്ടോ സിനിമയിലെ ലാലേട്ടൻ മീനക്കുട്ടി എന്ന് വിളിക്കൂലേ, അതുപോലെ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. K2 പേര് മീനോക്കിനോൺ എന്നും K1 പേര് ഫില്ലോക്കിനോൺ എന്നും വിളിക്കാം. ഫില്ലോക്കിനം കാണപ്പെടുന്നത് സസ്യങ്ങളിലും മിനോക്കിനം കാണപ്പെടുന്നത് ജന്തുക്കളിലുമാണ് എന്നതും മറക്കണ്ട. ഇനി ഇവന്റെ അപര്യാപ്തത രോഗം നോക്കൂ. നമ്മളെല്ലാം പൊതുവെ പഠിക്കുന്ന ഒരു പേരാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാത്ത കണ്ടീഷനാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ്. അതുപോലെ രക്തക്കുഴൽ പൊട്ടുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഹെമറേജ് എന്ന് പറയും. ഈ ഹെമറേജ് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഹെമറേജ് ആണ് നമുക്ക് വിറ്റാമിൻ കെയുടെ അപര്യാപ്തതയായിട്ട് പറയാവുന്നത്. ആന്റി ഹെമറേജ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് PYക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ
ആന്റി ഹെമറേജ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്ടാ? വിറ്റാമിൻ കെ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിറ്റാമിൻ കെയുടെ അപര്യാപ്തതയായിട്ട് നമുക്ക് എന്ത് പറയാം? ഹെമറേജ് പറയാം. അതുപോലെ രക്തം കട്ടപിടിക്കാത്ത കണ്ടീഷനായ ഹീമോഫീലിയ എന്ന് നമുക്ക് പറയാം. ഇനി B1ന്റെ പേരെന്ന് പറയുന്നത് തയാമിൻ എന്ന് പറയും കേട്ടോ. B1ന്റെ പേരെന്താണ്? തയാമിൻ. B1ന്റെ അപര്യാപ്തത ബെറിബെറി എന്ന് വിളിക്കാം. ബെറിബെറി എന്ന് പറഞ്ഞാൽ ഒരു സിംഹളം. സിംഹള ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കൻ ഭാഷയാണ്. അവിടെ അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഐക്കാണ്ട്. ബെറിബെറിയുടെ ഇംഗ്ലീഷ് കറക്റ്റ് പറഞ്ഞാൽ ഐക്കാണ്ട്. എന്നെ കൊണ്ട് വയ്യ എന്ന് പറയുന്ന അസുഖമാണ്. ഈ പറയുന്ന ബെറിബെറി എന്ന് പറയുന്ന അസുഖം മുതിർന്നവരില് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് വെറ്റ് ബെറിബെറി, രണ്ടാമത്തെ ഡ്രൈ ബെറിബെറി. നമ്മൾ പറയാറുണ്ടല്ലോ നനഞ്ഞ പടക്കവും നനയാത്ത പടക്കവും എന്ന് പറയില്ല. നനഞ്ഞ വെറ്റ് ബെറിബെറി ഉണ്ട്, ഡ്രൈ ബെറിബെറി ഉണ്ട്. വെറ്റ് ബെറിബെറി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ സിസ്റ്റത്തെ ബാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഹാർട്ട് ബീറ്റ് വേഗത്തിലാവുക, ശ്വാസതടസ്സം ഉണ്ടാവുക, കാലിൽ വീക്കം ഉണ്ടാവുക എന്നിവ വെറ്റ് ബെറിബെറിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണെങ്കിൽ ഡ്രൈ ബെറിബെറി ബാധിക്കുന്ന നാഡീ വ്യവസ്ഥയാണ്. കൈകാലുകളിൽ മരവിപ്പ് ഉണ്ടാവുക, നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവുക, കാലുകളെ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വേദന അനുഭവപ്പെടുക, ഇതൊക്കെ ഡ്രൈ ബെറിബെറിയുടെ ലക്ഷണങ്ങളാണ് എന്നത് മനസ്സിലാക്കുക. ബെറിബെറിയുടെ അപകടകരമായ ഒരു സിറ്റുവേഷൻ ആണ്. ആ മരണത്തിന് വരെ കാരണമാകാവുന്ന, കൃത്യമായി നമുക്ക് പരിഹരിച്ചില്ല എങ്കിൽ മരണത്തിന് വരെ കാരണമാകാവുന്ന അസുഖമാണ് ബെറിബെറി എന്ന് പറയുന്നത്. അടുത്ത B2ന്റെ പേര് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ എന്ന് നമുക്ക് വിളിക്കാം. B2ന്റെ പേര് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ എന്ന് നമ്മൾ വിളിക്കാം. ഇവന്റെ അപര്യാപ്തതയായിട്ട് പറയപ്പെടുന്നത് ചീലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അടുത്തത് B3യുടെ പേര് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് കേട്ടോ. ഇവന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് പട്ടിയിൽ ബ്ലാക്ക് ടങ് ഡിസീസ്. PYക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തു പറയുന്നത് പട്ടിയിൽ B3യുടെ അപര്യാപ്തത ബ്ലാക്ക് ടങ് ഡിസീസ് ആണെങ്കിൽ മനുഷ്യനിൽ പെല്ലഗ്ര എന്ന് നമുക്ക് വിളിക്കാം. പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ ആന്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് B3 ആണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ PP എന്നറിയപ്പെടുന്നത്, PP എന്ന് പറഞ്ഞാൽ പെല്ലഗ്ര പ്രിവെൻഷൻ വിറ്റാമിൻ, അതാണ് PP എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പെല്ലഗ്ര പ്രിവെൻഷൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് B3 വിറ്റാമിൻ ആണ്. ഇനി 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന അസുഖമാണ് പെല്ലഗ്ര. അതായത് ആ 4Dയിൽ എന്തൊക്കെ? ഡയേറിയ എന്ന് പറയുന്ന ബുദ്ധിമുട്ട്, വയറിളക്കം, ഛർദ്ദിലൊക്കെ, ഡെർമൈറ്റിസ് സ്കിന്നിനെ ബാധിക്കുന്നത്, ഡിമൻഷ്യ ഓർമ്മക്കുറവ്, പിന്നെ ഡെത്ത് സുഖനിദ്ര. അപ്പൊ 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് ഏത് അസുഖം? പെല്ലഗ്ര. 4D എന്താണ്? ഡയേറിയ വരാം, ഡെർമൈറ്റിസ് വരാം, ഡിമൻഷ്യ വരാം, ഒടുവിൽ മരണവും സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. പെല്ലഗ്ര പ്രിവെൻഷൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് കൊണ്ടാണ് അവനെ വിറ്റാമിൻ PP എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്തത് B5 പാൻറ്റോതെരിക് ആസിഡ് എന്നറിയപ്പെടുന്നതാണ് B5 എന്ന് പറയുന്നത്. ഇവന്റെ അപര്യാപ്തത രോഗമായിട്ട് പറയപ്പെടുന്നത് പരസ്തീഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമാണ് കേട്ടോ. സ്കിന്നിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പരസ്തീഷ്യ എന്ന് പറയുന്നത്. അടുത്ത B6 പീരിഡോക്സിൻ എന്ന് പറയും. B6 പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നത് ഇവന്റെ അപര്യാപ്തത രോഗമായിട്ട്, അതായത് B6ന്റെയും ഇരുമ്പിന്റെയും അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരെണ്ണമാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്ന അസുഖം. മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു RBCയെക്കാളും വലിപ്പം കുറഞ്ഞ RBC ആയിരിക്കും മൈക്രോസൈറ്റിക് അനീമിയ വന്ന ഒരു വ്യക്തിയിലെ RBC എന്ന് പറയുന്നത്. അത്രയുള്ള വ്യത്യാസം, വേറൊന്നുമില്ല. RBCയുടെ അളവ് അല്ലെങ്കിൽ അതിന്റെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറയുന്നത് കൊണ്ട് RBC ചുരുങ്ങിപ്പോകുന്നു. അങ്ങനെ ചുരുങ്ങിപ്പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അടുത്ത് B7 ബയോട്ടിൻ എന്നറിയപ്പെടുന്നത്. B7ന്റെ അപര്യാപ്തത നമുക്ക് പറയാവുന്നത് ഈ കുഞ്ഞുനാളിൽ തന്നെ മുടി ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കഷണ്ടി വരിക എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു കണ്ടീഷനൊക്കെ കാരണം അതിനെ നമുക്ക് അലോപിസിയ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അലോപിസിയക്ക് കാരണമാകുന്നത് അല്ലെങ്കിൽ അലോപിസിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം B7. ഇനി B9ന്റെ പേര് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളൈറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഗർഭിണികളുമായി ബന്ധപ്പെട്ട പ്രഗ്നൻസി വിറ്റാമിൻ ആണ് B9 എന്ന് പറയുന്നത്. അവന്റെ അപര്യാപ്തത രോഗം ചോദിച്ചാൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോ B9ന്റെ അപര്യാപ്തത എന്ന് പറയുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് വിളിക്കാം. മറക്കണ്ട, B9ന്റെ അപര്യാപ്ത രോഗം എന്താണ്? മെഗാലോബ്ലാസ്റ്റിക്. എന്നാൽ B12 സയനോകോബാലമിൻ, കൊബാൾട്ട് അടങ്ങിയ വിറ്റാമിൻ ആണ് ഇവൻ B12 എന്ന് പറയുന്നത്. അപ്പൊ B12 നമുക്ക് സയനോകോബാലമിൻ എന്ന് വിളിക്കാം. ഇവന്റെ അപര്യാപ്തത നോക്കണം, പെർണീഷ്യസ് അനീമിയ. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചു വിനാശകാരിയായ അനീമിയ തന്നിരിക്കുന്നത് അതിന് കാരണമായ വിറ്റാമിൻ ഏത്? വിനാശകാരിയ അനീമിയയുടെ മറ്റൊരു പേരാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ B12ന്റെ അപര്യാപ്തത പെർണീഷ്യസ് അനീമിയ അല്ലെങ്കിൽ രണ്ട് ഒറ്റ പേരാണ് കേട്ടോ, ബ്രാക്കറ്റിലിട്ട് പഠിച്ചാൽ മതിയെ. പെർണീഷ്യസ് അനീമിയ അല്ലെങ്കിൽ വിനാശകാരിയ അനീമിയക്ക് കാരണമാകുന്ന വിറ്റാമിനാണ് B12 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിറ്റാമിനും വിറ്റാമിന്റെ അപര്യാപ്തത രോഗങ്ങളും അതിന്റെ ചില സബ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മറ്റൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് എങ്കിൽ ഈ പഠിപ്പിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിന്റെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനൽ ഇടുന്നതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ബൈ, താങ്ക് യു.